തിരുവനന്തപുരത്തെ ഒരു വിവാദ കോളേജുണ്ട്. ലോ അക്കാഡമി എന്നാണ് അതിൻ്റെ പേര്. അവിടെ അനധികൃതമായിട്ട് സർക്കാർ ഭൂമി, പുറമ്പോക്ക് ഭൂമി അടക്കം കയ്യേറി എന്നുള്ള ഗുരുതര റവന്യൂ കണ്ടെത്തലുകൾ പുറത്തേക്ക് വരുന്നു. ഏതാണ്ട് 600 കോടി രൂപയുടെ അനധികൃതമായിട്ടുള്ള ഭൂമി കയ്യേറ്റം വരെ നടന്നു എന്നാണ് ആരോപണം ഉയർന്നിരിക്കുന്നത്. അവിടുത്തെ മറ്റൊരു പ്രശ്നമെന്ന് പറയുന്നത് ആ കോളേജിൽ പഠിച്ചിറങ്ങുന്നത് മൊത്തം സഖാക്കളാണ്. ഈ സഖാക്കളുടെ ഡിഗ്രിയുടെ തമാശകളൊക്കെ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ തന്നെ പ്രചരിച്ചിട്ടുമുണ്ട്. അതിലൊരാളാണ് നമ്മുടെ ശിവൻകുട്ടി എന്ന് പറയുന്ന ആൾ. അപ്പോൾ ഏതായാലും ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന വലിയ അനധികൃതമായിട്ടുള്ള ഭൂമി കൈവശം വെച്ചിരിക്കുന്ന ഒരു സ്ഥാപനമാണ്. കമ്മ്യൂണിസ്റ്റുകൾ അധികാരത്തിലുണ്ടായിരുന്നു എന്നുള്ള ഒരൊറ്റ കാരണത്താൽ കോലിയക്കോട് കൃഷ്ണൻ നായർ, നാരായണൻ നായർ തുടങ്ങിയവരും മറ്റേ ഡോക്ടർ ലക്ഷ്മി എന്നൊക്കെ പറയുന്ന ആ പ്രിൻസിപ്പാളായിരുന്ന അവരും ഉൾപ്പെടെയുള്ളവർക്ക് കൊടുത്തിരിക്കുന്ന ഭൂമിയാണിത്. ഇതിങ്ങനെ പരമ്പര സ്വത്തായി കാലങ്ങളായിട്ട് അവർ ഉപയോഗിച്ചു വരുന്നു എന്നുള്ളതാണ്. ഇതൊക്കെ ശരിക്കും സർക്കാർ പിടിച്ചെടുത്ത സർക്കാരിൻ്റെ അതിനിലേക്ക് കൊണ്ടുവരേണ്ട സ്ഥാപനങ്ങളും ഭൂമിയും ഒക്കെ അല്ലേ? എന്താണ് സാർ അഭിപ്രായം? അല്ല, അത് ഈ ലോ അക്കാദമിയെ സംബന്ധിച്ച് അതിൻ്റെ ഒരു ദീർഘകാലത്തെ ചരിത്രം അതിനുണ്ട്. കാരണം അതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശമുണ്ട്. ഈ പറയുന്ന ഭൂമിയെല്ലാം പാട്ടത്തിന് കിട്ടിയ ഭൂമിയാണ്. ഈ പാട്ടത്തിന് കിട്ടിയ ഭൂമിയൊന്നും പാട്ടക്കരാറുകാർ തീർന്നു കഴിഞ്ഞാൽ തന്നെ ഇതെല്ലാം ലോ അക്കാദമിയുടെ തന്നെ ആവും. ആ ലോ അക്കാദമിയുടെ ആകുന്നതിന് പ്രധാനപ്പെട്ട കാര്യം നേരത്തെ പറഞ്ഞ് കോലിയക്കോട് കൃഷ്ണനായതിൻ്റെ ആളായിരുന്നു. മറ്റേ ഇതിൻ്റെ CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമൊക്കെ ആയിരുന്നു ടിയാൻ. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ബ്രദർ ആയിരുന്നു എൻ്റെ ധാരണ നാരായണൻ നായരുണ്ടായിരുന്നു. ഈ പറയുന്ന ആളുകളൊക്കെ കോളേജിൻ്റെ യൂണിവേഴ്സിറ്റിയുടെ പ്രധാനപ്പെട്ട ആളുകളാകുന്നു, ലോ അക്കാദമിയുടെ പ്രധാനപ്പെട്ട ആളുകളാകുന്നു. ഇപ്പം അതിൻ്റെ പ്രിൻസിപ്പളായിട്ട് വരുന്ന ലക്ഷ്മി നമ്മുടെ പാചകക്കാരിയാണ് ആ ചേച്ചി. ഇപ്പം അതിൻ്റെ കാരണം ഇതിൻ്റെ ഗൗരവം അത്രേ ഉള്ളൂ. കാരണം ഈ പറയുന്ന ലോ അക്കാദമിയിൽ പഠിച്ചു വരുന്ന ആളുകളിൽ ഒരു വലിയ ശതമാനം കമ്മ്യൂണിസ്റ്റുകാരാണെങ്കിൽ എല്ലാ പാർട്ടിക്കാരും ഉണ്ട് കേട്ടോ, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അതൊക്കെ നാമമാത്രമായിട്ടുള്ള ആളുകളാണ്. പ്രധാനപ്പെട്ട പല മന്ത്രിമാരും വിദ്യാഭ്യാസം അവിടെ നിന്നാണ് കഴിച്ചിട്ടുള്ളത്. ഇപ്പം നേരത്തെ പറഞ്ഞാൽ ശിവൻകുട്ടിയൊക്കെ അവിടെ നിന്നാണ് പഠിച്ചത്. അപ്പോൾ തന്നെ ആ കോളേജിൻ്റെ നിലവാരം നമുക്ക് മനസ്സിലായല്ലോ. ശിവൻകുട്ടിയെ പോലുള്ള ആള് ഒരു 4 വാക്ക് തികച്ചു പറയാൻ സാധ്യമല്ലാത്ത, വിഷയങ്ങളെ പഠിക്കാൻ സാധ്യമല്ലാത്ത, ഒരു കാര്യവും തിരിച്ചറിയാൻ സാധ്യമല്ലാത്ത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എന്നുള്ള ഖ്യാതി നേടിയിട്ടുള്ള ആളാണ് ശിവൻകുട്ടി. ആ ശിവൻകുട്ടി പഠിച്ച കോളേജാണ് അത്. പിന്നെ ഇതിൻ്റെ നമ്മളിപ്പോൾ ആരോ പറയുന്ന മാതിരി ആ കോളേജിനെ സംബന്ധിച്ച് അധികമൊന്നും അറിയേണ്ട ആവശ്യമില്ല. ഈ ചോറ് മുഴുവൻ വെന്തോന്ന് അറിയാൻ വേണ്ടിയിട്ട് മുഴുവൻ ചോറെടുത്ത് കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. 1 മണി അരി എടുത്ത് നോക്കിയാൽ മതി, ഒരു ചോറെടുത്ത് നോക്കിയാൽ മതി. ആ ഒരു ചോറെന്ന് പറയുന്നത് ശിവൻകുട്ടിയാണ്. ആ ശിവൻകുട്ടിയെടുത്ത് നമുക്കൊന്ന് ഞെക്കി കഴിഞ്ഞ് അറിയാൻ സാധിക്കും. ഈ കോളേജിൻ്റെ നിലവാരം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഈ കോളേജ് നടത്തുന്നത്, അക്കാദമി നടത്തുന്നത് യഥാർത്ഥമായിട്ട് നിയമപരമായിരിക്കുന്ന ആവശ്യങ്ങൾക്കാണെന്നുള്ളതാണ് പഠിക്കേണ്ടത്. അതുകൊണ്ട് എൻ്റെ പ്രധാനപ്പെട്ട ആവശ്യം, ഇപ്പോഴത്തെ സർക്കാരിന് അതിനകത്ത് പങ്കുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല, പങ്കുണ്ടെങ്കിലും ഇല്ലെങ്കിൽ അവർക്ക് ചെയ്യാവുന്നത് ലോ അക്കാദമിയുടെ കാര്യങ്ങളെ സംബന്ധിക്കുന്ന ഒരു കൃത്യമായിട്ടുള്ള നിരീക്ഷണം ആവശ്യമാണ്. ഇന്ന് അതിൻ്റെ പ്രോപ്പർട്ടിയെ സംബന്ധിച്ച് അതർക്ക് 500-600 കോടി രൂപയുടെ പ്രശ്നം എന്നൊക്കെ പറഞ്ഞ് വലിയ ഭൂമിയുണ്ട്. മറ്റ് സ്ഥാപനങ്ങൾ അവരുടെ ഭൂമിയിൽ പ്രവർത്തിക്കുന്നു എന്നൊക്കെ ഉള്ളതാണ്. സർക്കാർ ഭൂമി കയ്യേറിയിട്ട് കാരണം ഇവര് പലപ്പോഴും ചെയ്യുന്ന സർക്കാരിന് ഇന്ന് പാട്ടത്തിന് ഭൂമി എടുക്കുന്നു, പാട്ടഭൂമിയിൽ സ്വന്തമായിട്ട് കാര്യങ്ങളൊക്കെ പണിയുന്നു, അവിടെ എല്ലാവർക്കും വാടകയ്ക്ക് കൊടുക്കുന്നു, വാടക പണിയിൽ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നു. അങ്ങനെ സാമ്പത്തിക രംഗത്ത് ഇവരുടെ വലിയൊരു സ്ഥാനം നിലനിർത്താൻ വേണ്ടിയിട്ട് ഈ തരം സ്ഥാപനങ്ങൾ വിനിയോഗിക്കുന്നു എന്നുള്ളതാണ്. അത് നിലനിർത്താൻ വേണ്ടിയിട്ട്, എല്ലാത്തിനും ആനുകൂല്യം കിട്ടാൻ വേണ്ടിയിട്ട് ഏറ്റവും സൗകര്യം രാഷ്ട്രീയ നേതാക്കന്മാരെ അവരോധിക്കലാണ്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിച്ചാലും കോൺഗ്രസ് ഭരിച്ചാലും കേരളത്തെ സംബന്ധിച്ച് 2 മുന്നണികൾ ഭരിച്ചാലും ഒരേപോലെ തന്നെ ഈ കേരള അക്കാദമിയെ സംബന്ധിച്ച് പ്രയോജനപ്രദമാണ്. അവർക്ക് ഏത് ബിൽഡിങ്ങിന് സാങ്ഷൻ കിട്ടും, അവർക്ക് ഏത് പരിപാടി വേണമെങ്കിലും നടത്താൻ സാധിക്കും. എല്ലാം നടത്താൻ വേണ്ടിയിട്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിമാരും മറ്റു മന്ത്രിമാരും ദീർഘകാലങ്ങളായിട്ട് കേരള അക്കാദമി, ഈ പറയുന്ന ലോ അക്കാദമിയെ സഹായിക്കുന്നൊരു സംവിധാനമാണ് നിലവിലുള്ളത്. അതിന് എനിക്ക് വേണ്ടി 10 കൊല്ലം മറ്റവിടെ വലിയ സമരം നടന്നിരുന്നു. 2017 അവിടുത്തെ കോളേജ് വിദ്യാർത്ഥികളുടെ സമരമായിരുന്നു ശരിക്കത്. കാരണം അവിടെ പഠിപ്പിക്കലല്ല നടക്കുക. അവിടുന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അഡ്മിഷൻ കിട്ടുന്ന വിദ്യാർത്ഥികളടക്കം എല്ലാവരും രാഷ്ട്രീയത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്, മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിലില്ല. മറിച്ച് കേരളത്തെ സംബന്ധിച്ച് കേരളത്തിൻ്റെ തനതായിരിക്കുന്ന ആദ്യത്തെ യൂണിവേഴ്സിറ്റിയാണ് കേരള സർവകലാശാല. അതിൻ്റെ സ്ഥാപനമായി 250 ഏക്കർ സ്ഥലമാണ് സർസിപ്പയുടെ കാലത്തുണ്ടായിരുന്നത്. ആ 250 ഏക്കർ സ്ഥലം ഇന്നിപ്പോൾ 150 ഏക്കറുള്ളൂ. ബാക്കി 100 ഏക്കറും പോയി. കാരണം അത് വേറെ വല്ലതും കൊണ്ടുപോയി. ഞാൻ മനസ്സിലാക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേന്ദ്രം സംസ്ഥാന ഓഫീസ് അടക്കിയിരിക്കുന്നത് ഈ പറയുന്ന മറ്റേ ഇതിന്റെ കേരള യൂണിവേഴ്സിറ്റിയുടെ സ്ഥലമാണ്. കാരണം അത് കമ്മ്യൂണിസ്റ്റുകാർക്ക് നല്ലതാണ് കേട്ടോ. കാരണം സ്വതവേ അക്ഷരാഭ്യാസവും ഇല്ല. അപ്പം അങ്ങനെയാണ് ഈ യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനത്താണ് തങ്ങളുടെ ആസ്ഥാനം എന്ന് പറയുന്നതെങ്കിലും ചെയ്യുന്നത് നല്ലതാണ്. പക്ഷെ ഏതാണെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയുടെ സ്ഥലം പോലും എടുത്തുകൊണ്ട് ഒരു പാർട്ടി ആസ്ഥാനമാക്കി കൊടുക്കാൻ തീരുമാനിച്ചത് കേരളം ഭരിച്ച ഏതും മ്ലേച്ഛനായിട്ടുള്ള മുഖ്യമന്ത്രിയാണ്. എനിക്കൊരു സംശയം സംബന്ധിച്ചില്ല.
ചിലപ്പോൾ ആദർശധീരൻ എന്നൊക്കെ പറഞ്ഞെന്നൊക്കെ ഇരിക്കും. ഈ പറയുന്നവരൊന്നും ആദർശധീരന്മാരല്ല. താൽക്കാലികമായിരിക്കുന്ന കയ്യടികൾക്ക് വേണ്ടിയിട്ട് യൂണിവേഴ്സിറ്റിയുടെ സ്ഥലം പോലും എടുത്ത് രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊടുക്കുന്നു. ആ രാഷ്ട്രീയ പാർട്ടികൾ പാർട്ടി ആസ്ഥാനം ഉണ്ടാക്കുന്നു. അതിൻ്റെ പിന്നിൽ പാർട്ടിയുടെ ആളുകൾക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് ക്വാർട്ടേഴ്സുകൾ പണിയുന്നു. ഇവർക്ക് ഈ തരത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു വലിയ ഗൂഢസംഘം കേരളത്തിലുണ്ട്. അത് വിദ്യാഭ്യാസ രംഗവുമായിട്ട് ബന്ധപ്പെട്ടവരാണ്. അവിടെയാണ് ലോ അക്കാദമിയുടെ സ്ഥാനം. അവിടെയാണ് ലോ അക്കാദമിയിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന ആളുകളിൽ പലരും സ്വന്തമായിട്ടുള്ള വിദ്യാഭ്യാസം ഉണ്ടോ എന്നുള്ളൊരു സംശയമാണ്. പക്ഷെ അവർക്ക് ഒന്നും സാധിക്കും. അവർക്ക് വേണമെങ്കിൽ എനിക്ക് തോന്നുന്നു പലപ്പോഴും ഇവർക്കൊക്കെ വേണമെങ്കിൽ 2 or 3 ബിരുദം വേണമെങ്കിൽ എടുക്കാൻ സാധിക്കും. അത്രയും സാധിക്കുന്നതാണ്. കാരണം ഇതൊക്കെ അക്കാദമിയിൽ നിന്ന് കൊടുക്കുന്നതാണല്ലോ. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ പാചക വിദഗ്ധ കൊടുക്കുന്ന ഡിഗ്രികളാണല്ലോ ഇവർക്കൊക്കെ അതെ ഉള്ളത്. അതെ ഈ പറയുന്ന ആളുകൾ കൊടുക്കുന്ന വിദ്യാഭ്യാസ രീതിയെ സംബന്ധിച്ച് രീതിയാണ് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്തെ തകർത്തത്. ശരിക്കതാണ്. അങ്ങനെ തകർത്തുകൊണ്ടിരിക്കുന്ന കേരളം ഇന്ന് ഇതിപ്പോൾ ഒരു കച്ചവട മേഖലയാണ്, വലിയൊരു വ്യവസായ മേഖലയാണ്. ആ വ്യവസായ മേഖല ആക്കിയതിൻ്റെ പേരിൽ കേരള യൂണിവേഴ്സിറ്റിയൊക്കെ പോലെയുള്ള പരമ്പരാഗതമായിരിക്കുന്ന വിദ്യാഭ്യാസാദി കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തിരിക്കുന്ന മേഖലയെ പോലും ഇവർ തകർക്കാൻ ഇവർക്ക് യാതൊരു മടിയുണ്ടായിട്ടില്ല. ഇന്നിപ്പോൾ അതാ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരള യൂണിവേഴ്സിറ്റി ഇല്ല, MJ യൂണിവേഴ്സിറ്റി തകർത്തുകൊണ്ടിരിക്കുന്നു. സംസ്കൃത യൂണിവേഴ്സിറ്റി അവിടെ സംസ്കൃതം മാത്രം പഠിപ്പിക്കില്ല കേട്ടോ. അവിടെ എങ്ങനെയാണ്? മറ്റു യൂണിവേഴ്സിറ്റി ഉണ്ട്, കാലിക്കറ്റ് സർവകലാശാല. ഇത് ഇവനൊക്കെ ഏത് തലയ്ക്ക് വിളവില്ലാത്തവനെ തീരുമാനിച്ചത്? കാലിക്കറ്റ് എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റി എന്ന് പറയണം. അത് ആംഗ്ലേയ പദമാണ്. മലയാളത്തിൽ കോഴിക്കോട് സർവകലാശാല എന്ന് പറഞ്ഞോളൂ. ആർക്കാ വിരോധമുള്ളത്? കണ്ണൂർ സർവകലാശാലയുണ്ട്. ഒരു സമയത്ത് കേരളത്തിൽ ഒരു സർവകലാശാല തുടങ്ങാൻ വേണ്ടി തന്നെ സ്റ്റാൻഡത്തിലേക്ക് അടക്കമുള്ള നിരവധി കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കേരള സർവകലാശാല 1936-37 സമയത്ത് ആരംഭിക്കുന്നതെങ്കിൽ ഒരു പഠനവും ഇന്നിപ്പോൾ ആവശ്യമില്ല, ഒരു കാര്യങ്ങളും അന്വേഷിക്കേണ്ട ആവശ്യമില്ല. കേരളത്തിൽ യൂണിവേഴ്സിറ്റി ഏറ്റവും വേഗം വേണ്ടി തുടങ്ങാൻ വേണ്ടി സാധിക്കും. മിക്കവാറും എല്ലാ ജില്ലകളിലും തന്നെ 2 or 3 യൂണിവേഴ്സിറ്റി. ഇപ്പോൾ എറണാകുളം ജില്ലയിലുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത് 2 or 3 യൂണിവേഴ്സിറ്റിയാണ്. കുസാറ്റ് ഇവിടെയാണ് പ്രവർത്തിക്കുന്നത്, കുഫോസ് ഇവിടെയാണ് പ്രവർത്തിക്കുന്നത്, പിന്നെ ഒരുപാട് ഡീംഡ് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. ഇങ്ങനെയുള്ള യൂണിവേഴ്സിറ്റിയുടെ കേന്ദ്രമായിട്ട് എറണാകുളവും തിരുവനന്തപുരവും കോഴിക്കോടും തുടങ്ങിയിരിക്കുന്ന പ്രധാനപ്പെട്ട പട്ടണങ്ങളെല്ലാം മാറുകയും വിദ്യാഭ്യാസ മേഖല കേരളത്തിൽ അനുദിനം പിന്നാക്കാൻ പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. കാരണം പഠിപ്പിക്കേണ്ടവരല്ല പഠിപ്പിക്കുക. അവിടെ പലരുടെയും തട്ടിപ്പുകളാണ് നടക്കുക. ആ തട്ടിപ്പുകൾ ഏറ്റവും വലിയ തട്ടിപ്പാണ് ലോ അക്കാദമിയുടെ തട്ടിപ്പ്. അതെ ലോ അക്കാദമിയുടെ ഭൂമിയെ സംബന്ധിച്ച്, അവരുടെ പ്രവർത്തനത്തെ സംബന്ധിച്ച് എന്ത് അന്വേഷണമാണ് നടക്കുന്നത്, ഏത് പഠനമാണ് നടക്കുന്നത്, ഇവർ ഏത് യൂണിവേഴ്സിറ്റിയുടെയാണ് ഇവർ അഫിലിയേറ്റ് ചെയ്തിരിക്കുന്നത്, ആ യൂണിവേഴ്സിറ്റി ഇത് പറയാൻ വേണ്ടി ബാധ്യതയില്ലേ? അവിടുത്തെ പ്രിൻസിപ്പളിനെ തീരുമാനിക്കുന്ന ആരാണ്? അത് കുടുംബമാണോ തീരുമാനിക്കേണ്ടത്? അത് കോലിയക്കോട് കൃഷ്ണൻ നായരാണോ തീരുമാനിക്കേണ്ടത്? അല്ലെങ്കിൽ നാരായണൻ നായരാണോ തീരുമാനിക്കേണ്ടത്? അല്ലെങ്കിൽ ഇതിൽ ആരുടെയോ ഒരാളുടെ മകളാണ് ഈ പറയുന്ന ലക്ഷ്മി നാരായണൻ നായരുടെ മകളാണ്. മകളാന്ന് ഞാൻ കേട്ടത്. അപ്പൊ അങ്ങനെയുള്ള ചില സ്ത്രീകളൊക്കെ സ്ത്രീകൾ എന്നുള്ള പ്രശ്നം കൊണ്ടല്ല, അർഹതയില്ലാത്ത ആളുകൾക്ക് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ആകാനും, അല്ലെ കോളേജിന്റെ മറ്റേ പ്രിൻസിപ്പൾ ആകാനും, അത് തന്നെ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ആകാനും വേണ്ടിയിട്ടുള്ള ഒരു പന്ഥാവ് ഒരുക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. ഇത് കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ തകർക്കാൻ പര്യാപ്തമാണ്. കേരളത്തിൽ നിന്ന് വിദ്യാർത്ഥികൾ വിദേശ രാജ്യങ്ങളിലേക്ക് അയക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നത് ഇത്തരമുള്ള ആളുകളാണ്. കാരണം ഇവരെങ്ങനെ പോയിട്ട് ഇവർ ജയിച്ചിട്ട് ലോ അക്കാദമിയിൽ ജയിക്കുക, എന്നിട്ട് കോളേജിൽ കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്ക്, എത്ര ഗതികേടാണ് ശരിക്കത്. ഇവർ രാഷ്ട്രീയത്തിൽ പോയാൽ പ്രശ്നമില്ല, അതിനകത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. ആകെയുള്ള പ്രശ്നം ശിവൻകുട്ടിയെ പോലെ മന്ത്രിയാവുന്ന മാത്രമേ ഉള്ളൂ. പക്ഷെ ബാക്കിയൊന്നും പ്രശ്നമില്ല. പക്ഷെ മറിച്ച് ഇവരെങ്ങാനും എൻറോൾ ചെയ്ത് കോടതി പോയിട്ട് എൻറോൾ ചെയ്ത് അവിടെ പ്രാക്ടീസ് തുടങ്ങിയാൽ എന്തായിരിക്കും ഇവിടെയുള്ള ഈ കോടതിയുമായിട്ട് ബന്ധപ്പെട്ട ആളുകളുടെ ഗതി എന്തായിരിക്കും എന്നുള്ളതാണ് പ്രശ്നം. ആ തരത്തിൽ ഗതികെട്ട അവസ്ഥയിലേക്ക് കേരളത്തിൻ്റെ സമസ്ത രംഗത്തും പരാജയപ്പെടുത്തുന്ന കാര്യത്തിൽ ഈ തരം സർവകലാശാലകൾ, യൂണിവേഴ്സിറ്റികൾക്കും കോളേജുകൾക്കും വലിയ പങ്കുണ്ട്. ആ പങ്ക് ഇവർ വഹിച്ചുകൊണ്ടിരിക്കുകയാണത്. ഇത് അത്യന്തം ദയനീയമാണ്. അതുകൊണ്ട് ഈ പറയുന്ന ലോ അക്കാദമിയെ സംബന്ധിച്ച് അവരുടെ സ്ഥലത്തെക്കുറിച്ച് മാത്രമല്ല, അതിൻ്റെ നടത്തിപ്പിനെക്കുറിച്ചും അവരുടെ വരുമാനത്തെക്കുറിച്ചും ഇതൊരു കുടുംബ സ്വത്തായിട്ട് വച്ചുകൊണ്ടിരിക്കുന്നതിന് സംബന്ധിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ചും വ്യക്തമായിട്ടുള്ള അന്വേഷണം അനിവാര്യമാണെന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്നതാണ് ഞങ്ങളുടെ വിജയം. ഒപ്പം നിങ്ങൾ കൂടെ ഉണ്ടാവണം, ഒപ്പം സഞ്ചരിക്കണം. ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം ഇന്ന് തന്നെ.